നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധമുഖത്ത് പാക് പ്രത്യാക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനമാണ് സുദർശൻ ചക്ര എന്ന വിളിപ്പേരുള്ള S-400. പാക് ഡ്രോണുകളെയും മിസൈലുകളെയും ഞൊടിയിടയിൽ തകർക്കുന്ന ഇന്ത്യയുടെ കവചം. വർഷങ്ങൾക്ക് മുമ്പ് കോടികൾ മുടക്കി ഇന്ത്യ ഇത് വാങ്ങുമ്പോൾ കുറെ പേർ മോദി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തിനെ ഇതിപ്പോൾ വാങ്ങണം? ഇത് വാങ്ങിയാൽ രാജ്യത്തിന്റെ പട്ടിണി മാറുമോ എന്നാണ് അന്ന് ഒരു കൂട്ടം ആളുകൾ ചോദിച്ചിരുന്നത്. പക്ഷേ അന്ന് എന്തിനാ തീരുമാനം എടുത്തു എന്നുള്ളത് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ കണ്ടു. അന്നത് വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇതാകില്ലായിരുന്നു ചർച്ച. അന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ 400 മുതൽ 500 വരെയുള്ള ഡ്രോണുകളാണ് നമ്മുടെ ഇന്ത്യയെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ അയച്ചത്. അന്ന് രാത്രി അതിനെയെല്ലാം നിലം തൊടിയിക്കാതെ തടഞ്ഞത് നമ്മുടെ ഈ S-400 ആണ്. അത്രയേറെ ശക്തമായ പ്രതിരോധമാണ് S-400 നമ്മുടെ ഭാരതത്തിന് മുകളിൽ ഒരുക്കിയത്. ഇപ്പോഴിതാ 2026ഓടെ രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാകും. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ പ്രതിരോധ മേഖല മുഴുവനായിട്ട് കൂടുതൽ ശക്തമായിക്കൊണ്ടുവരികയാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. 2 വർഷത്തിനകം കൂടുതൽ സുദർശൻ ചക്ര സേനയുടെ ഭാഗമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും നൂതനവും ശക്തവുമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് റഷ്യൻ മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400. സുദർശൻ ചക്ര എന്നാണ് ഇതിന് ഇന്ത്യ നൽകിയ പേര്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെയും മിസൈലുകളെയും ഇന്ത്യ തടഞ്ഞത് S-400 ഉപയോഗിച്ചാണ്. S-400 ട്രയഫ് സമയബന്ധിതമായി കൈമാറുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ ഡെപ്യൂട്ടി അംബാസിഡർ റോമൻ ബാബുഷ്കിൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കടുത്ത അതൃപ്തി മറികടന്നാണ് ഇന്ത്യ S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയത്. 5.35 ബില്യന്റെ കരാർ 2018 ഒപ്പുവെച്ചത്. 2021 ഡിസംബറിലാണ് ആദ്യ ബാച്ച് ഇന്ത്യയിലെത്തിയത്. 2022 ഏപ്രിലിലും 2023 ഒക്ടോബറിലുമായി 2 യൂണിറ്റുകൾ കൂടി വിതരണം ചെയ്തു. പാക് ചൈന അതിർത്തിയിൽ നിലവിൽ 3 യൂണിറ്റുകളാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇത് ആദ്യം ഉപയോഗിച്ചത് ചൈനയാണ് 2014. പിന്നീടാണ് 2018 40,000 കോടി മുടക്കി റഷ്യയിൽ നിന്ന് നമ്മൾ 5 യൂണിറ്റുകൾ വാങ്ങാൻ തയ്യാറായത്. പ്രത്യേക പ്രദേശത്ത് ഒരു കവചമായി ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. നുഴഞ്ഞുകയറ്റ വിമാനങ്ങൾ, ആളില്ല വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയും ഇവ നിഷ്പ്രഭമാക്കും. ബാക്കിയുള്ളവ കൂടി എത്തുന്നതോടെ അതിർത്തിയിലെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടും. ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും നൂതനവും ശക്തവുമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് റഷ്യൻ നിർമ്മിതമായ S-400. 2014 ചൈന ഇത് ആദ്യമായി ഉപയോഗിച്ചത്. 4 യൂണിറ്റുകൾ റഷ്യ കൈമാറിയിട്ടുണ്ടായിരുന്നു. ഒരു യൂണിറ്റിൽ 4 തരം മിസൈലുകളാണ് ഉള്ളത്. ഡ്രോണുകൾ, റോക്കറ്റുകൾ, എയർക്രാഫ്റ്റുകൾ മുതൽ യുദ്ധവിമാനങ്ങളെ വരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഒരു വജ്രായുധമാണിത്. ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനുള്ള ശേഷിയുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു സമയം 36 ആക്രമണങ്ങളെ വരെ S-400 ചെറുക്കും. S-400ലെ റഡാറിന് 600 കിലോമീറ്റർ പരിധിയിലുള്ളവയെ വരെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ 400 കിലോമീറ്റർ പരിധിയിലുള്ളവയെ ലക്ഷ്യം വയ്ക്കാനും സാധിക്കും. ഇതിനൊപ്പം 360 ഡിഗ്രി റഡാറും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ഭീഷണികൾക്കെതിരെ വേഗത്തിലും വിവിധ തലങ്ങളിലുമുള്ള പ്രതികരണം നൽകുന്നു. S-200 മിസൈൽ സംവിധാനത്തിന് പകരമായി 1980കളുടെ തുടക്കത്തിലാണ് S-400 വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യ ആലോചന തുടങ്ങുന്നത്. പക്ഷേ ഉയർന്ന ചിലവും ക്രൂയിസ് മിസൈലുകളുടെ ഭീഷണി നേരിടാനുള്ള കഴിവില്ലായ്മയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പദ്ധതിക്ക് അനുമതി ലഭിച്ചില്ല. പിന്നീട് 1980കളുടെ അവസാനത്തിലാണ് ട്രയഫ് എന്ന രഹസ്യനാമത്തിൽ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നത്. വിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും സ്റ്റെൽത്ത് വിമാനങ്ങളെയും നേരിടാൻ കഴിവുള്ള ഒരു സംവിധാനമായാണ് ഇത് വികസിപ്പിച്ചത്. 1991 ഓഗസ്റ്റ് 22 സോവിയറ്റ് സർക്കാർ ട്രയഫ് പദ്ധതിക്ക് അംഗീകാരം നൽകി. പക്ഷേ സോവിയറ്റ് യൂണിയന്റെ പദ്ധതിയെ വീണ്ടും സ്തംഭനാവസ്ഥയിലാക്കി. പിന്നീട് 1993 ജാനുവരിയിലാണ് റഷ്യൻ വ്യോമസേന പദ്ധതി വീണ്ടും പ്രഖ്യാപിക്കുന്നത്. 1999 ഫെബ്രുവരി 12 വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തി. തുടക്കത്തിൽ 2001 വിന്യാസം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുള്ളതിനാൽ 2007 വരെ ഇത് വൈകി. റഷ്യൻ സായുധ സേനയും ഇന്ത്യ ഉൾപ്പെടെ മറ്റു നിരവധി രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നു. മെച്ചപ്പെട്ട ദൂരപരിധി, വേഗത, ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷി എന്നിവ ഇതിന് നിരവധി രാജ്യങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒന്നാക്കി മാറ്റി.
ഇതിന്റെ ദൂരപരിധി, വേഗത, വഴക്കം എന്നിവ സമകാലിക വ്യോമ ഭീഷണികൾക്കെതിരെ ഫലപ്രദമായ ഒരു പ്രതിരോധ മാർഗമാക്കി മാറ്റുന്നു. വിവിധ തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധം തീർക്കാനുള്ള S-400ന്റെ കഴിവ് റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ തന്ത്രപരമായ ആയുധ ശേഖരത്തിലെ ഒരു പ്രധാന ഘടകമാക്കി മാറ്റി. ഇന്ത്യയുമായി സംഘർഷം നിലനിൽക്കുന്ന കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ചൈന S-400 വിന്യസിച്ചിട്ടുണ്ട്. തുർക്കി, ബെലാറസ്, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളുടെ കൈവശവും ഈ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. S-400 വ്യോമ പ്രതിരോധ സംവിധാനം അത് സംരക്ഷിക്കേണ്ട പ്രദേശത്ത് ഒരു ഭീഷണി കണ്ടെത്തുകയാണെങ്കിൽ ഭീഷണിയുടെ പാത മനസ്സിലാക്കുന്നു, തുടർന്ന് അതിനെ നേരിടാൻ മിസൈലുകൾ പ്രയോഗിക്കുന്നു. കമാൻഡ് വാഹനത്തിലേക്ക് വിവരങ്ങൾ കൈമാറുന്ന ദീർഘദൂര നിരീക്ഷണ റഡാറുകൾ ഈ സംവിധാനത്തിലുണ്ട്. ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ കമാൻഡ് വാഹനം മിസൈൽ വിക്ഷേപണത്തിന് ഉത്തരവിടുകയാണ് ചെയ്യുക. ഇസ്രായേൽ ഉപയോഗിക്കുന്ന അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തേക്കാൾ കരുത്തനാണ് S-400 എന്നാണ് റിപ്പോർട്ടുകൾ. S-400ന് ഒരു വലിയ പ്രദേശത്തെ വളരെ ദൂരെയുള്ള ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് വിലയിരുത്തൽ. ബെലാറസ് 2007 റഷ്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ആവശ്യപ്പെട്ടത്. 2016 അവർ ആദ്യ ഡെലിവറി ലഭിച്ചു. 2014 അൾജീരിയ, 2014 ഓർഡർ ചെയ്തു. അവർക്ക് 2015 ആദ്യ യൂണിറ്റ് ലഭിച്ചു. 2017 തുർക്കി ഓർഡർ ചെയ്തത്. 2019 വിതരണം നടന്നു. ഈജിപ്ത്, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും റഷ്യയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഒരുപോലെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ S-400നോട് താൽപര്യം പ്രകടിപ്പിച്ചത്. ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള മിസൈൽ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ വഴിയുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാൻ സഹായകരമാകുമെന്ന വിലയിരുത്തലായിരുന്നു രാജ്യം. ഇന്ത്യൻ അതിർത്തിയിൽ ചൈന S-400 സംവിധാനം സ്ഥാപിച്ചതായ റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു നടപടി. അമേരിക്കയുടെ കടുത്ത അതൃപ്തി മറികടന്നാണ് ഇന്ത്യ S-400 വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങിയത്. അമേരിക്കയുടെ MM-104 പാട്രിയറ്റ് സംവിധാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ടതായിരുന്നു S-400. S-400ന് 5 മിനിറ്റുള്ള മിസൈൽ വിന്യാസം നടത്താൻ കഴിയുമ്പോൾ US സംവിധാനത്തിന് 25 മിനിറ്റ് എടുക്കും. S-400 സെക്കൻഡ്സിൽ 4.8 കിലോമീറ്റർ വേഗതയുള്ളപ്പോൾ MM-104 പാട്രിയറ്റിന് 1.38 കിലോമീറ്റർ വേഗതയാണുള്ളത്. S-400 സംവിധാനം വാങ്ങിയാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്ക് മേൽ ഈ സംവിധാനം വാങ്ങിയതിന്റെ പേരിൽ 2020 ഡിസംബറിൽ US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. S-400ന്റെ 5 യൂണിറ്റ് വാങ്ങാൻ 2018 ഇന്ത്യ റഷ്യയുമായി $550 കോടി കരാറിൽ ഒപ്പിട്ടത്. 24 മാസത്തിനകം ലഭ്യമാക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ നിരവധി കാരണങ്ങളാൽ വിതരണം താമസിച്ചു. പിന്നീട് 2021 ഇത് ഇന്ത്യക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണം ചെറുത്തത് S-400 മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി 9 ഇടത്ത് ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കാനായി S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിരുന്നു. 5 S-400 മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത്. ഇതിൽ 3 എണ്ണമാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ഇതിലൊന്ന് പാക് അതിർത്തിയുടെ സുരക്ഷയ്ക്കായാണ് വിന്യസിച്ചിരുന്നത്. ഇന്ത്യ ഇതിന് സുദർശൻ ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്.